ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ബെവ്കോ LDC 2023 നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡേ 67 ആണ് ഡെയിലി ബൂസ്റ്ററിൻ്റേത്. അപ്പോൾ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഏകദേശം, അതായത് ഇംഗ്ലീഷ് മലയാളം മാത്സ് ആയിട്ട് 66 ദിവസമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കുറച്ചൊരു 10-20 ക്വസ്റ്റ്യൻ പേപ്പറോ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യുക, തുടക്കം മുതലേ കണ്ടുവരിക, ഡേ 1 മുതൽ കണ്ടുവരിക. ഒരു 10-20 ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മൾ ട്രാക്കിലേക്ക് എത്തും. പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ കോഡ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഒന്നുകിൽ നമ്മൾ ടെലഗ്രാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇട്ടിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് എക്സ്പ്ലനേഷൻ കേട്ടാൽ മതി. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ആ പറയുന്നൊരു 30 മാർക്ക്, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാമുകൾക്കാണെങ്കിൽ ഒരു 50 മാർക്ക്, പ്രിലിംസിലേക്ക് വരുമ്പോൾ 50 മാർക്ക് വരുന്നുണ്ട്. അത്രയും മാർക്ക് നമ്മുടെ കയ്യിൽ സെക്യൂർ ആയിട്ടിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് എൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 250 മീറ്റർ നീളമുള്ള ട്രെയിൻ 150 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ 30 സെക്കൻഡ്. നമ്മൾ ഒത്തിരി തവണ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു പാലമാണ് കടക്കേണ്ടത്. അപ്പം നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒന്നതിലിങ്ങനെ എന്തുണ്ട്, ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ്. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ദൂരമാണെങ്കിൽ സമയത്തെ വേഗത കൊണ്ട് ഗുണിക്കണം അല്ലെ. ടൈം ഇൻറ്റു സ്പീഡാണ്. ഇവിടെ ഇങ്ങനെ നേരെ വരുന്ന ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. ടൈമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഇത് മുകളിലും താഴെയായിട്ടാണല്ലോ. സോ ദൂരത്തെ വേഗത കൊണ്ട് ഹരിക്കുക. സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ദൂരത്തെ സമയം കൊണ്ട് ഹരിക്കുക. ഇതാണ്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്ന വേഗതയാണ്. വേഗത എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ദൂരത്തെ എന്തുകൊണ്ട് ഹരിക്കണം? സമയം കൊണ്ട് ഹരിക്കണം. ഇവിടെ ദൂരം എന്ന് പറയുന്നത് എന്താണ്? ദൂരമായിട്ട് വരേണ്ടത്. ദൂരം നമുക്കിവിടെ അറിയാം, 2 സാധനങ്ങൾ അല്ലെ. ഇവിടെ 150 മീറ്റർ നീളമുള്ള ഒരു പാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാലത്തിന്റെ അളവ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അവിടെ എന്ത് ചെയ്യണം? അത് കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. സോ ഇവിടെ എത്ര വരും? 250 പ്ലസ് 150 എന്ന് വരും. അതായത് 400 ആണ് ദൂരം എന്ന് പറയുന്നത്. എത്ര വന്നു? അപ്പോൾ ദൂരം 400 ആണ്, 400 മീറ്റർ ആണ്. ഡിവൈഡ് ബൈ ടൈം എത്രയാ പറഞ്ഞിരിക്കുന്നത്? 30 സെക്കൻഡ് ആണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് എന്ന ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിനെ എന്തിലേക്ക് മാറ്റണം? ഓപ്ഷൻ തന്നിരിക്കുന്ന എല്ലാം കിലോമീറ്റർ പെർ അവറിലാണ്. 0 കട്ടായി പോകും. 40/3 എന്ന് വരും സ്പീഡ്. അപ്പൊ നമുക്കതിനെ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിനെ എന്തിലേക്ക് മാറ്റണം? കിലോമീറ്റർ പെർ അവറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്റർ എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റിയെ കിലോമീറ്റർ എന്ന് പറയുന്ന വലിയ ക്വാണ്ടിറ്റിയിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് ഗുണിക്കണം. 40/3. എല്ലാവർക്കും ഞാൻ എപ്പോഴും പറയുന്നതാണ് 18/5 അല്ലെങ്കിൽ 5/18 ഇതാണെന്ന് അറിയാൻ പറ്റും. പക്ഷെ അത് എവിടെ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, മീറ്റർ എന്ന് പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റിയാണ്, കിലോമീറ്റർ എന്ന് പറയുന്നത് വലിയ ക്വാണ്ടിറ്റിയാണ്. സോ 18 കൊണ്ട് ഗുണിക്കാം, മുകളിൽ 18 വരിക എന്ന് ചിന്തിച്ചാൽ മതി. ഇനി തിരിച്ചാണെങ്കിലോ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ചെറിയ 5 കൊണ്ട് ഗുണിക്കുക, അതായത് 5/18 ആണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ ഇത് തുണി കട്ടായി പോകും. എത്ര തവണ? 6 3 18. ഇവിടെ എത്രയാണ്? 8. 5 40. 8 × 6 വരും. 8 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 48 കിലോമീറ്റർ പെർ അവർ ആണ് എന്തെന്ന് പറയുന്നത് ആ ട്രെയിനിന്റെ സ്പീഡ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? ഇത് നമുക്ക് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇത് 10 കഴിഞ്ഞിട്ട് അടുത്ത എത്രയാണ്? 12 ആണെന്ന് കണ്ടുപിടിക്കണം. ലാസ്റ്റ് 99 വെച്ച് ചെയ്യുക. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വെച്ച് n വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് 10നെ നേരെ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 3 അല്ലെ. അവിടെ എത്ര വരും? 9. 1 റിമൈൻഡർ. അതായത് 3 സംഖ്യകളാണ്. 1 2 10 വരെ എഴുതുമ്പോൾ 3 സംഖ്യകൾ വരും അല്ലെ. ഇവിടെ ഏതൊക്കെയുണ്ട്? 3 6 9 അങ്ങനെ 3 സംഖ്യകൾ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 100നെ എന്തുകൊണ്ട് ഹരിച്ചു നോക്കാം? 3 കൊണ്ട് ഹരിച്ചു നോക്കാം. 3 9. ഇവിടെ എത്ര വരും? 10. അഗെയിൻ 3 വരും. ഇവിടെ 9 അല്ലെ. 33 എണ്ണം ഉണ്ട്. അതായത് 1 മുതൽ 100 വരെ 33 സംഖ്യകളാണ് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നത്. 1 മുതൽ 10 വരെ 3 എണ്ണം ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 10നും 100നും ഇടയിലാണ്. സോ എന്ത് ചെയ്താൽ മതി? 33ൽ നിന്ന് ഈ 3 കുറച്ചാൽ മതി. ബാക്കി ആൻസർ എത്രയാണ്? 30 ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അല്ലെ. 10 കഴിഞ്ഞിട്ട് 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ എന്ന് പറയുന്നത് 12 ആണ്. ലാസ്റ്റ് വരേണ്ടത് 99 ആണ്. എന്തുകൊണ്ട് പറ്റുന്നത്? 3 കൊണ്ട് പറ്റുന്നത്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാക്കി എടുക്കണം? 3 ആക്കി എടുക്കണം. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് അവസാന പദം മൈനസ് ആദ്യ പദം
ഡിവൈഡഡ് ബൈ എന്താണ് d + 1 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അവസാന പദം എന്ന് പറയുന്നത് എത്രയാണ്? 99 ഓക്കെ. അപ്പൊ 99 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്ന 12 ഡിവൈഡ് ബൈ 3 + 1 എന്ന് വരും. ഇവിടെ 99 നിന്ന് 12 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 99 മൈനസ് 12 എന്ന് പറയുമ്പോൾ 7, 9 നിന്ന് 1 കുറയ്ക്കുമ്പോൾ 8, 87 വരും. ഓക്കെ. അപ്പൊ 87 ഡിവൈഡ് ബൈ 3 എന്ന് വരും. ഇനി ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. +1 ഉണ്ട്. ഇവിടെ എത്ര വരും? ഇവിടെ 2 തവണ, ബാക്കി ശിഷ്ടം 2 വരും. 27 9 തവണ 29 + 1 30. ഇങ്ങനെയും ചെയ്യാം. എളുപ്പം എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡാണ്. നമുക്ക് ഡയറക്റ്റ് അങ്ങ് കുറച്ച് നോക്കിയാൽ മതി. ഇപ്പം നമ്മളോട് ചോദിക്കുന്നത് 1നും 500നും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം 1നും 500നും അല്ല, ഇപ്പം 100നും 500നും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 100നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 100 വരെയുള്ളത് കിട്ടും. പിന്നെ 500നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 500 വരെയുള്ളത് കിട്ടും. പിന്നെ ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ മതി ഇതിന്റെ ഗ്യാപ്പിലുള്ളത് കിട്ടാനായിട്ട്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. 4000 രൂപ 10% പലിശ നിരക്കിൽ ഇരട്ടിക്കാൻ എത്ര വർഷം എന്ന് ചോദിച്ചാൽ ഡബിൾ ആകാൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? n എന്ന് പറയുന്നത് എത്രയാണ്? 100/6 ചെയ്താൽ മതി. ഇവിടെ 100 ഡിവൈഡ് ബൈ 6 എന്ന് പറയുന്നത് 10 സോ 10 വർഷം മതി. അത് ഏത് തുകയായിക്കോട്ടെ, 4000 എന്നല്ല, 10000 ആയിക്കോട്ടെ, 2380, അങ്ങനെ എന്ത് തുകയും ആയിക്കോട്ടെ. എന്താണ് ചെയ്യേണ്ടത്? ഇരട്ടിക്കാൻ ചോദിച്ചാൽ 100 ഡിവൈഡ് ബൈ 6 ചെയ്യണം. എത്ര വർഷം ചോദിച്ചാൽ 2 ഇരട്ടി ആവാനാണെന്ന്, അല്ലെ 3 ഇരട്ടി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ 4 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? 300 ഡിവൈഡ് ബൈ 6 ചെയ്യണം. അതാണ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ. 500 രൂപയുടെ ഹെഡ്സെറ്റ് 15% വില കൂട്ടിയ ശേഷം 15% വില കുറയ്ക്കുന്നു. ലാഭമോ നഷ്ടമോ? ഇവിടെ നമുക്ക് അറിയാവുന്ന റൂൾ എന്ന് പറയുന്നത്, ഒരു സാധനത്തിന്റെ വില X% കൂട്ടിയിട്ട് X% കുറച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. X% കൂട്ടുക, X% കുറയ്ക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, അവിടെ എന്താണ് സംഭവിക്കുന്നത്? നഷ്ടമാണ് സംഭവിക്കുന്നത്. സോ ലാഭം എന്ന് പറയുന്നത് രണ്ടുമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി എന്താണ് അതിന്റെ ഇക്വേഷൻ? ഇങ്ങനെയാണ്. x²/100 ആണ്. ഓക്കെ. x² എന്ന് പറയുന്നത് എത്രയാണ്? 15² ഡിവൈഡ് ബൈ 100, അതായത് 225 ഡിവൈഡ് ബൈ 100, അതായത് 2.25% നഷ്ടം എന്ന് പറയുന്നത്. 2.25% നഷ്ടം സംഭവിക്കുന്നു. ഓക്കെ. നമുക്കിവിടെ എന്താ വേണ്ടത്? നഷ്ടം എത്ര രൂപ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ പറയുന്ന 500നെ 2.25% കണ്ടുപിടിച്ചാൽ മതി. കട്ടായി പോകും. 225 × 5 എന്ന് പറയുന്നത് 1125 ആണ്. 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് എടുക്കുക. 11.25. ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. 4x = 4 ഡിവൈഡ് ബൈ 2x ആയാൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലോ ഓഫ് എക്സ്പോണൻസ് എന്ന് പറയുന്നത്, കൃത്യങ്ക നിയമങ്ങൾ എന്ന് പറയുന്നത് കുറേ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ബേസിക് റൂളാണ്, ഒരു സാധനത്തിന് നമുക്ക് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ബേസ് എന്താക്കണം? സെയിം ആക്കണം. ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. നമുക്ക് ഇതിനെല്ലാത്തിനെയും 2ന്റെ പവറിലോട്ട് മാറ്റാനായിട്ട് എളുപ്പമാണല്ലോ. സോ നമുക്ക് 4 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് 2ന്റെ സ്ക്വയർ എന്ന് എഴുതാം. സോ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? 4ന്റെ പ്ലേസിൽ നമ്മൾ 2ന്റെ സ്ക്വയർ എഴുതി, ഇവിടെ എന്തുണ്ട്? ഒരു എക്സും കൂടി ഉണ്ട് അല്ലെ? അപ്പോഴല്ലേ 4x എന്നുള്ളതായുള്ളൂ. ഈക്വൽ ടു 2ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x എന്നായിട്ട് മാറി. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ ഇവിടെ നമുക്ക് പഠിക്കുന്നതാണ് a⁻m n എന്ന് പറഞ്ഞാൽ a⁻m × n ആണ്. സോ ഇവിടെ എന്താണ് പറയേണ്ടത്? 2 × x എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x എന്ന് പറയുന്നതിനെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ. ഇനി ഇതിനെ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്ത് വരും? 2 × ഇവിടെ ഡിവിഷൻ ആയത് ഇപ്പുറം വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. 2x which is equal to 2² എന്നായിട്ട് മാറി. ഇനി ഇവിടെ നോക്കിക്കേ, a⁻m × a⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? a⁻m + n ആണ്. സോ ഇവിടെ എന്ത് വരും? 2⁻2x + x എന്ന് വരും, which is equal to 2² എന്ന് വരും. ഇനി നോക്കിക്കേ, ബേസ് രണ്ടും സെയിം ആണെങ്കിൽ പവേഴ്സിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ 2x + x എന്ന് പറയുന്നത് 2 ആണ്. 2xും xും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 3x എന്ന് കിട്ടും, which is equal to 2x എന്ന് പറയുന്നത് 2/3. സോ എക്സിന്റെ വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടേ.
ഒരു ക്ലോക്കിലെ സമയം 8 മണി 10 മിനിറ്റെങ്കിൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ്. 8 മണി 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഇക്വേഷൻ എന്താണ്? 30h മൈനസ് 11/2 m ആണ്. മോഡുലസ് ഓഫ് 30h മൈനസ് 11/2. 30 ഇൻറ്റു 8 മൈനസ് 11/2 ഇൻറ്റു 10 എന്ന് വരും അല്ലേ? അതായത് 240 മൈനസ് ഇവിടെ എത്ര വരും? ഇത് തമ്മിൽ കട്ടാവുമ്പോൾ 5 55 എന്ന് വരും. ആൻസർ എത്രയാണ്? 240 നിന്ന് 55 കുറക്കുമ്പോൾ 185 എന്ന് വരും. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് ഓൾറെഡി അവർ തന്നിരുന്നത്. പക്ഷേ നമ്മൾ നോർമലി ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന നമ്മുടെ 180 കൂടുതലാണ് എങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു റൂൾ ഉണ്ട്. 360 നിന്ന് കുറച്ചിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ അതായത് 175 ഡിഗ്രി വരും. ഇതും ആൻസർ ആയിട്ട് വരും. അപ്പൊ പക്ഷെ ഇവിടെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്ലോക്ക് വരുന്നത് അല്ലെ? ഇവിടെ നമുക്കറിയാം 12 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. ഇതാണ് നമ്മുടെ 8 എന്ന് പറയുന്നത്. 8 10 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലോക്ക് ഏകദേശം വരേണ്ടത്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കും ഇത് മണിക്കൂർ സൂചിയും ഇത് മിനിറ്റ് സൂചിയുമാണ്. ഈ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയെന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാകാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ശരിക്കും ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുമെന്നാണ് ഒബ്വിയസ്ലി വിചാരിച്ചിരുന്നത്. പക്ഷെ എന്ത് ചെയ്തില്ല, അവർ ക്യാൻസൽ ചെയ്തില്ല. അവർ ആൻസർ തന്നത് 185 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പ്ലസ് ഡിവിഷൻ എന്നാൽ മൈനസ്, ഡിവിഷൻ എന്നാൽ മൈനസ് ആണ്. പ്ലസ് എന്നാൽ ഡിവിഷൻ ആണ്. ഇൻറ്റു എന്നാൽ പ്ലസും മൈനസ് എന്നാൽ ഇൻറ്റുവും ആണെങ്കിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? 15 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 3 മൈനസ് 4 എത്ര എന്നാണ്? അപ്പോൾ എന്ത് വന്നം? 15. പ്ലസ് എന്നാൽ ഡിവിഷൻ ആണ്, സോ ഡിവൈഡഡ് ബൈ 3 വന്നം. ഡിവൈഡഡ് ബൈ ഡിവിഷൻ എന്നാൽ എന്താണ്? -7. ഇൻറ്റു എന്നാൽ പ്ലസ് ആണ്, +3. ഇവിടെ മൈനസ് എന്നാൽ എന്താണ്? ഇൻറ്റു ആണ്, ഇൻറ്റു 4. ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, സോ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഡിവിഷൻ ആണ്. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 ആണ്. 5 മൈനസ് 7 പ്ലസ് 12 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പ്ലസും മൈനസും വരുമ്പോൾ 12ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ 17 വരും. 17 മൈനസ് 7 എന്ന് പറയുന്നത് 10 ആണ്. ഇനി അഡീഷൻ സബ്ട്രാക്ഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവേ. ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ക്ലോക്കിലെ സമയം 1 മണി 10 മിനിറ്റ് കാണിക്കുന്നുവെങ്കിൽ അതിന്റെ പ്രതിബിംബത്തിലെ സമയം എത്ര? പ്രതിബിംബത്തിന്റെ സമയം കണ്ടുപിടിക്കാൻ 11:60 നിന്ന് കുറച്ചാൽ മതി. 11 മണി കഴിഞ്ഞുള്ള സമയമാണ് തന്നിരിക്കുന്നതെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കുക. 1 മണി 10 മിനിറ്റ് കുറയ്ക്കുക. ഇവിടെ എത്ര വരും? 10:50 വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. 10:50 വരും. ഓക്കെ, ഫ്രെയിമിന് ചിത്രം എങ്ങനെയാണോ അതേപോലെയാണ്. ചിത്രത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രെയിം കൊടുക്കുന്നത് അല്ലെ? അതായത് അതിൻ്റെ പുറം കവറാണ്. അപ്പൊ എന്താണ്? പുറംചട്ടയ്ക്ക് പുസ്തകം. അതായത് ഫ്രെയിമിന്റെ ഉള്ളിലാണ് ചിത്രം, പുറംചട്ടയ്ക്കുള്ളിലാണ് എന്തുള്ളത്? പുസ്തകമുള്ളത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. വി ഹാവ് മൂവ്ഡ് ഡാഷ് ഫ്രം ദാറ്റ് ലൊക്കേഷൻ. വി ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? വി വരുമ്പോൾ എന്താണ് വരേണ്ടത്? അവർ സെൽഫ്. വി ഹാവ് മൂവ്ഡ് അവർ സെൽഫ് ഫ്രം ദാറ്റ് ലൊക്കേഷൻ എന്നുള്ളതാണ്. ദ ക്യാറ്റ് വാസ് സ്ലീപ്പിംഗ് ഡാഷ് ദ ട്രീ. എവിടെയാണ്? മരത്തിന്റെ അടിയിൽ കിടന്നുറങ്ങുന്നു എന്നല്ലേ വേണ്ടത്? സോ ആൻസർ വരേണ്ടത് അണ്ടർ ദ ട്രീ ആണ്. ബൈ ദ ടൈം ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് വി ഡാഷ് ഹോം. നമ്മൾ ഓൾറെഡി പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലെ? 2 കാര്യങ്ങളും കഴിഞ്ഞു അല്ലെ? എന്താണ്? ആദ്യം നടന്ന കാര്യത്തിന് എന്ത് ചെയ്യണം നമ്മൾ? ആദ്യം നടന്ന കാര്യമാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ്ലി പറയാനുള്ളത്. അതായത് എന്താണ് പറയുന്നത്? മഴ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ എന്താ വീട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ആദ്യം നടന്ന കാര്യം? എന്താണ്? നമ്മൾ വീട് എത്തിച്ചേരുവാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യണം? നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം പറയേണ്ടത്. തൊട്ട് മുമ്പ് ലാസ്റ്റ് നടന്ന കാര്യത്തെ സിമ്പിൾ പാസ്റ്റിലും വേണം. അപ്പോൾ ഇവിടെ എന്ത് വേണം? ബൈ ദ ടൈം ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ തുടങ്ങിയപ്പോഴേക്കും വി ഹാഡ് റീച്ച്ഡ് ഹോം. നമ്മൾ വീട് എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഐ ഡാഷ് പ്ലേ വയലിൻ വെൻ ഐ വാസ് ചൈൽഡ്. ഐ വാസ് ചൈൽഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് എന്താണ്? പണ്ടത്തെ കാര്യമാണ് അല്ലെ? ഞാൻ കുട്ടിയായിരുന്നപ്പോഴുള്ള കാര്യമാണ്. ഐ ഷാൽ പ്ലേ, ഐ വിൽ പ്ലേ, ഐ മസ്റ്റ് പ്ലേ, ഐ കുഡ് പ്ലേ. എന്തായിരിക്കണം വേണ്ടത്? അതായത് പാസ്റ്റിലെ കാര്യം പറയുമ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് കുഡ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഐ കുഡ് പ്ലേ വയലിൻ വെൻ ഐ വാസ് എ ചൈൽഡ്. ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർ indirect reported speech of the given sentence. I am waiting for Meenu, she said. ഓക്കെ, പറഞ്ഞു എന്താണ്? അപ്പൊ പാസ്റ്റ് ടെൻസിൽ പറയുന്ന കാര്യമാണ്. സോ ഇവിടെ നോക്കാൻ നമുക്ക് പാസ്റ്റ് ഫോമിൽ വരുന്നത് എന്താണ്? മെയിൻ ആയിട്ട് ഇതല്ല, ഈസ് ആണല്ലേ പറഞ്ഞിരിക്കുന്നത്.
ഷീ സെഡ് ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ മീനു. സിമ്പിൾ ആയിട്ട് പറയാവുന്നേ ഉള്ളൂ, അല്ലാണ്ട് അവിടെ ഒരു കോംപ്ലിക്കേഷനും വരുന്നില്ല. ഷീ സെഡ് ദാറ്റ് ഷീ വാസ് വെയിറ്റിംഗ് ഫോർ മീനു. ഐ ഡാഷ് മൈ ഫ്രണ്ട്സ് പെറ്റ് ഡോഗ് വെൻ ഹീസ് എവേ. അവൻ ദൂരെയായിരുന്നപ്പോൾ എന്താണ് അവന്റെ പെറ്റിനെ, പെറ്റ് ഡോഗിനെ ഞാനാണ് ലുക്ക് ആഫ്റ്റർ, നോക്കിയിരുന്നത് എന്നുള്ള മീനിങ് ആണ് അല്ലെ. ടേക്ക് കെയർ ചെയ്യുക, അതാണ് ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്നത്. ഐ ലുക്ക് ആഫ്റ്റർ മൈ ഫ്രണ്ട്സ് പെറ്റ് ഡോഗ് വെൻ ഹീ ഈസ് എവേ. ദ കിങ്സ് എൽഡസ്റ്റ് സൺ ഈസ് ദ ഹെയർ ടു ദ ത്രോൺ എന്നാണ് വേണ്ടത്. കിരീടാവകാശി എന്നാണ്. അതായത് ഹെയർ ഇതാണ്, ഈ ഹെയർ ആണ്. ഈ ഹെയർ എന്താ, മുയലാണ്. ഇത് മുടിയാണ്. ഇത് ഹയർ ചെയ്യുക, നമ്മൾ വിളിക്കുക എന്നൊക്കെ പറയത്തില്ല, ആ ഒരു മീനിങ്. ഈ ഹെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അനന്തരാവകാശി, അവകാശി എന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ്. അപ്പൊ എന്താണ്, ദ കിങ്സ് എൽഡസ്റ്റ് സൺ ഈസ് ദ ഹെയർ ടു ദ ത്രോൺ. ഓക്കെ. വൺ ഹു ഈസ് എൻഗേജ്ഡ് ഇൻ ചാരിറ്റബിൾ വർക്ക്. ചാരിറ്റബിൾ വർക്ക് ആയിട്ട് എൻഗേജ് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഫിലാന്ത്രോപ്പിസ്റ്റ്. ആംബിഡെക്സ്റ്റർ എന്താണ്, ആംബിഡെക്സ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരേപോലെ രണ്ട് കൈയും യൂസ് ചെയ്ത്, നമ്മൾ നോർമൽ എഴുതുന്ന വലത്തെ കൈ കൊണ്ടാണ്. ചിലർക്ക് രണ്ട് കൈ, ചിലർ ഇടത്തെ കൈ ആയിരിക്കും, പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല, രണ്ട് കൈ മറ്റേ ടൈം നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവരെ പറയുന്ന പേരാണ് ആംബിഡെക്സ്റ്റർ എന്ന്. സിനോണിം ഓഫ് ദ വേർഡ് ബിട്രൈ. ബിട്രൈ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസീവ് ചെയ്യുക, ഡിസീവ് ആണ് വരേണ്ടത്. ബിട്രൈ അതായത് ഓക്കെ, എന്താണ്, ഡിസീവ്. സിനോണിം അല്ലേ ചോദിച്ചിരിക്കുന്നത്, ഡിസീവ് ചെയ്യുക, പറ്റിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് ഈ പറയുന്ന ബിട്രൈ എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ ഇഡിയം ടു ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ഇത് ശരിക്കും ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആൻസർ വരാൻ പറ്റും. ടു ഫീൽ സോറി ഓർ സാഡ് അബൌട്ട് സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻ അല്ലെ. ടു ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്, ഇതിന് സംഭവിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കളഞ്ഞിട്ട് കാര്യമില്ല, സെയിം മീനിങ് തന്നെയാണ്. പക്ഷെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഡാഷ് ആണ് ഉന്മീലനത്തിന്റെ വിപരീതം. ഉന്മീലനം എന്താണ്, നിമീലനം. അങ്ങനെ തന്നെ നമ്മൾ കുറേ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ പറയുന്ന എന്താണ്, വിപരീത പദങ്ങളിൽ നമ്മൾ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഉന്മീലനം, എന്താണ്, നിമീലനം എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് നോക്കിയാലോ, കുറച്ചൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ. കുറെ നാളായില്ലേ നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. എന്താ പറയാൻ പറ്റുക, അനാഥം, അനാഥ, അനാഥം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അനാഥം എന്ത് വന്നം, സനാഥം. ഓക്കെ, സനാഥം. പിന്നെ എന്ത് വന്നം, അപ്പച്ചയം. അപ്പച്ചയം എന്താണ്, അപ്പച്ചയം. അപ്പച്ചയം ഓപ്പോസിറ്റ് ആണ് ഉപ്പച്ചയം, ഉപ്പച്ചയം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഉത്തരം. ഉത്തരം, ഉത്തരം ഓപ്പോസിറ്റ് എന്താണ് വരേണ്ടത്, പൂർവം. ഉത്തരം എന്താണ്, പൂർവമാണ്. ഉത്കൃഷ്ടം. ഉത്കൃഷ്ടം എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത്, ഉത്കൃഷ്ടത്തിന്റെ ഓപ്പോസിറ്റ് ആണ് നികൃഷ്ടം. കൃഷ്ടം എന്താണ്, നികൃഷ്ടമാണ്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞൊന്നുണ്ടല്ലോ, അഗ്രജൻ. അഗ്രജൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ജ്യേഷ്ഠനാണ് അല്ലെ. അഗ്രജൻ, അഗ്രജൻ എഴുതാം. അഗ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പോസിറ്റ് വരേണ്ടത്, അവരജൻ. അവരജൻ എന്ന് പറഞ്ഞാൽ അപ്പൊ ആരാണ്, അനിയനായിരിക്കണം. അഗ്രജൻ ജ്യേഷ്ഠനാണെങ്കിൽ പിന്നെ എന്താണ് പറയേണ്ടത്, അണിമ. അണിമ ഓപ്പോസിറ്റ് ആണ് ഗരിമ. ഒന്ന് പഠിച്ചു വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അണിമ ഓപ്പോസിറ്റ് എന്താണ്, ഗരിമയാണ്. വിരക്തി. വിരക്തി ഓപ്പോസിറ്റ് എന്താണ് വരേണ്ടത്, വിരക്തി ഓപ്പോസിറ്റ് ആണ് ആസക്തി. വിരക്തി ഓപ്പോസിറ്റ് ആസക്തിയാണ്. പിന്നെ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്, ഭൗതികം. ഭൗതികം ഓപ്പോസിറ്റ് ആണ് എന്താ, ഈ പറയുന്ന ആത്മീയം എന്ന് പറയേണ്ടത്. ഭൗതികം ഓപ്പോസിറ്റ് ആത്മീയമാണ്. പിന്നെ പറയാം സദയം. ഓപ്പോസിറ്റ് എന്താണ് വരേണ്ടത്, നിർദയം. സദയം നിർദയമാണ്. പിന്നെ പഠിക്കാം ശ്ലാഘ്യം. ശ്ലാഘ്യം ഓപ്പോസിറ്റ് എന്താണ്, നിന്ന. ശ്ലാഘ്യം എന്താണ്, നിന്ദ്യമാണ്. ശ്ലാഘയാണ് നിന്ന. ഓക്കെ. സഹിതം. സഹിതം ഓപ്പോസിറ്റ് എന്താണ് വരേണ്ടത്, സഹിതം ഓപ്പോസിറ്റ് ആണ് രഹിതം എന്ന് പറയുന്നത്. സഹിതം ഓപ്പോസിറ്റ് എന്താണ്, രഹിതമാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. കണ്ടു എന്നത് പിരിച്ചെഴുതുക. കുറെ തവണ പറഞ്ഞാണ് അല്ലെ. കണ്ടു എന്താണ്, കൺ പ്ലസ് ടു ആണ് കണ്ടു എന്ന് പറയുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടിയാണ്. കണ്ണാടി, ദർപ്പണം ഇതെല്ലാം കണ്ണാടിയാണ്. കൈതവമാണ് ഈ ചതി എന്നൊക്കെ പറയത്തില്ല, ആ ഒരു മീനിങ് ആണ്. കൈതവമാണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തത്. ബാക്കിയെല്ലാം കണ്ണാടിയുടെ പര്യായ പദങ്ങളാണ്. ആ പ്ലസ് അൻ ഇവിടെ എന്താണ്, ആഗമസന്ധിയാണ് അല്ലെ. ആ പ്ലസ് അൻ ഇവിടത്തെ എന്താണ്, വ് എന്ന് പറയുന്നത് സ്വരം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വ് എന്ന് പറയുന്നത് ആഗമിച്ചു വരുവാണ്. സോ ആ പ്ലസ് അൻ എന്ന് പറഞ്ഞാൽ അവനാണ്. അത് പഠിച്ചു വെക്കുക. ആ പ്ലസ് അൾ, അവൾ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, വ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആഗമിക്കുന്നത്. സോ ഇവിടെ എന്താണ്, ആഗമസന്ധിയാണ്.
ആപ്പിൾ ഓഫ് ദ ഐ, എന്താണ് ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറഞ്ഞാൽ അത് കണ്ണിലുണ്ണിയാണ്. ക്രോക്കഡൈൽ ടിയേഴ്സ് ആണ് മുതലക്കണ്ണീർ എന്ന് പറയുന്നത്. ആപ്പിൾ ഓഫ് ദ ഐ എന്താണ്? കണ്ണിലുണ്ണി. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൊച്ചിയുടെ മഹാത്മത്യത്തിനാണ് പറയുന്നത് അല്ലെ. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ കൊച്ചി എന്ന് പറയുന്നത് അത്രയ്ക്ക് എന്തോ നല്ലൊരു സെറ്റപ്പ് ആണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ കുറച്ച് ശൈലികൾ നമുക്ക് നോക്കിയാലോ. നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ്? അജഗജാന്തരം നമ്മൾ നോർമലി പഠിക്കുന്നതാണ്. അജം എന്ന് പറഞ്ഞാൽ എന്താണ്? ആടാണ്. ഗജം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയാണ്. അപ്പൊ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം അല്ലെ, അതായത് വലിപ്പച്ചെറുപ്പം തമ്മിലുള്ള, അതിനെയാണ് നമ്മൾ അജഗജാന്തരം എന്ന് പറയുന്നത്. അങ്ങാടിപ്പാട്ട്, എന്താണ് അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞാൽ? അല്ലെ, അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞാൽ അതൊരു പരസ്യമായ രഹസ്യം, അങ്ങനെ പറയത്തില്ലേ? അങ്ങാടിപ്പാട്ട്, അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്, അതൊരു പരസ്യമാണെന്നുള്ളതാണ്. അധര വ്യായാമം, എന്താണ് അധര വ്യായാമം എന്ന് പറഞ്ഞാൽ? ഓക്കെ, അധര വ്യായാമം, എന്താണ് അധര വ്യായാമം? ഞാനിപ്പോ ഈ പറയുന്നൊക്കെ അധര വ്യായാമമാണോ? വെറുതെ ആയി പോകുന്നതാണോ? അതായത് അർത്ഥശൂന്യമായ സംസാരം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണല്ലേ. അപ്പൊ എന്താണ് അധര വ്യായാമം ചെയ്യുക? ചിലവരുണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ അധര വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത്. അതായത് അർത്ഥശൂന്യമായ വർത്താനമാണ്. ഓക്കെ, പിന്നെ പറയാം അഷ്ടമത്തിലെ ശനി. ശനി വരിക എന്ന് പറഞ്ഞാൽ തന്നെ കഷ്ടകാലമാണ്. അഷ്ടമത്തിലെ ശനി എന്ന് പറയും. അതായത് വലിയ കഷ്ടകാലത്തിനെയാണ് നമ്മൾ അഷ്ടമത്തിലെ ശനി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മടി പ്ലസ് ശീല, എന്താണ്? മടിശീലയാണ്. മടി പ്ലസ് ശീല, മടിശീല. ശരിയായ രൂപം യാദൃച്ഛികം, ഇതാണ് ഓപ്ഷൻ സി ആണ്. യാദൃച്ഛികമാണ് ശരിയായിട്ട് എഴുതേണ്ടത് അല്ലെ. അതായത് നമ്മുടെ ഈ ഇച്ഛ എന്നൊക്കെ വരുന്ന കുറേ സാധനങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒന്ന് തെറ്റില്ലാതെ നിങ്ങൾ പഠിച്ചു വെക്കണേ. യാദൃച്ഛികമാണ്. ഓക്കെ, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, നമ്മൾ ഒത്തിരി തവണ പറഞ്ഞ കാര്യമാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ്? പിപ്പാസു. കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപ്പാസ. പിപ്പടിഷു ആരാണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്താണ്? പിപ്പടിഷു ആണ്. മുമുക്ഷു ആരാണ്? മോക്ഷം ആഗ്രഹിക്കുന്ന ആളാണ് മുമുക്ഷു എന്ന് പറയുന്നത്. ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്നയാൾ, ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. ജിജ്ഞാസ എന്ന് പറയുമ്പോൾ എന്താണ്? അത് അറിയാനുള്ള ആഗ്രഹത്തെ ജിജ്ഞാസ എന്നും, അറിയാൻ ആഗ്രഹിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും? ജിജ്ഞാസു എന്ന് പറയും. അങ്ങനെ കുറേ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ ഈ പറയുന്ന ഒറ്റപ്പദങ്ങൾ. ഈ പിപ്പാസു അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ കുറേ ഉണ്ട്. ചികീർഷ, ചികീർഷ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ഇല്ലാത്തൊരു വാക്കല്ലേ ചികീർഷ. ചികീർഷ എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള ആഗ്രഹത്തെയാണ് ചികീർഷ എന്ന് പറയുന്നത്. അപ്പൊ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്ത് വരും? ചികീർഷു എന്ന് പറയും. പിന്നെയാണ് വിജിഗീഷ. വിജിഗീഷ എന്ന് പറഞ്ഞാൽ ജയിക്കാനുള്ള ആഗ്രഹത്തെയാണ് എന്ത് പറയുന്നത്? വിജിഗീഷ എന്ന് പറയുന്നത്. ഓക്കെ, വെള്ളത്തിൽ എഴുതുക, എന്താണ്? ഫലമില്ലാത്ത പ്രവൃത്തിയാണ് നമ്മൾ വെള്ളത്തിൽ എഴുതുക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 30 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് 10 ഇംഗ്ലീഷ്, 10 മലയാളം, 10 മാത്സ് വന്നിട്ടുണ്ട്. നമ്മുടെ കമ്പനി ബെവ്കോ LDCയുടെ എക്സാം ഡേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഏകദേശം പ്രിലിംസും മെയിൻസും ഉണ്ടെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. VFAക്ക് മെയിൻസ് മാത്രമേ ഉള്ളൂ, പ്രിലിംസ് ഇല്ല. കമ്പനി ബോർഡ് LGSന് പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. അപ്പൊ എക്സാമിന്റെ കലണ്ടറൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക, ഇനി മടുപ്പൊന്നും കാണിക്കരുത്. 2026 നിങ്ങളുടെ സ്വന്തം വർഷമായിട്ട് മാറട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.